അൻസാരി സുഹരി ഉസ്താദ്. ഒരുപക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് അൻസാരി സുഹരി ഉസ്താദ്. മതസൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുന്ന നല്ലവരായ ജനങ്ങൾക്കിടയിലേക്ക് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകി അവിടെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം മനോഹരമായ മറുപടികളാണ് അൻസാരി സുഹരി ഉസ്താദ് നൽകുന്നത്. ആരെയും ഭയക്കാതെ നിർഭയത്വത്തോടുകൂടി നട്ടലോടുകൂടി ആർജവത്തോടുകൂടിയാണ് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാറുള്ളത്. വർഗീയത പറയുന്നവർ ആരാണെന്നും അദ്ദേഹം നോക്കാറില്ല. അതേതു വലിയ ഉദ്യോഗസ്ഥനായാലും ഏതു വലിയ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളായിരുന്നാലും അദ്ദേഹം വ്യക്തമായിക്കൊണ്ട് മനോഹരമായി മറുപടി നൽകാറുണ്ട്. അതോടൊപ്പം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലൊക്കെ മനോഹരമായിക്കൊണ്ട് മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും ചേർത്ത് വെച്ചുകൊണ്ട് സുന്ദരമായി സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പിന്തുണ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ നിന്നും ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് വ്യക്തമായി അറിയാം. അദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മറ്റുള്ള ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ആ ഉസ്താദിന് നൽകുന്ന പിന്തുണയും സ്നേഹവും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ വീഡിയോ എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എവിടെയും അദ്ദേഹം ഒരു വർഗീയതയോ അദ്ദേഹം ഒരു മതവിദ്വേഷമോ ഒന്നും തന്നെ പറഞ്ഞതായി കാണുവാൻ സാധിക്കില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു RSSൻ്റെയൊക്കെ ഒരു തലപ്പത്തുള്ള നേതാവാണ്. ആ നേതാവ് കഴിഞ്ഞ ദിവസം അൻസാരി സുഹരി ഉസ്താദിനെതിരെ കമ്മീഷണർക്ക്, സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു എന്നുള്ള പേരിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എൻ്റെ പേരിൽ ഇറക്കിയ വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദിയായ അൻസാരി എന്ന ജിഹാദിക്കെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ആയുധവും ആശയങ്ങളും പരാജയപ്പെടുമ്പോൾ പിതൃശൂന്യത കാണിക്കുന്ന ജിഹാദികൾക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരും. അതായത് പ്രതീഷ് വിശ്വനാഥൻ അൻസാരി സുഹരി ഉസ്താദിനെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അദ്ദേഹം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ജിഹാദിയാണെന്നൊക്കെ ഇതിൽ പ്രതീഷ് വിശ്വനാഥൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവർക്കെതിരെ മാത്രമല്ല മറ്റു ചിലർക്കെതിരെയും പ്രതീഷ് വിശ്വനാഥൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഷമീർ CP, അതോടൊപ്പം വരുൺ ജയരാജൻ, അതോടൊപ്പം അച്ചുവിനി, അങ്ങനെ അടക്കമുള്ളവർക്കെതിരെയും വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്തു എന്ന പേരിൽ അതിലൂടെ വർഗീയത പരത്താൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതായിരുന്നു പ്രതീഷ് വിശ്വനാഥിന്റെ പേരിൽ പ്രചരിച്ച ആ ഒരു വ്യാജമായ പോസ്റ്റ്. രാജ്യം ഒരു ഹിന്ദുത്വ ഭൂമിയാകുന്നതിന്റെ ആദ്യ അടയാളങ്ങളാണ് നാം കശ്മീരിലും ദില്ലിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും മടിച്ചു നിൽക്കാതെ ഓരോ ഹിന്ദുവും സനാതന ധർമ്മ സംരക്ഷണ യുദ്ധത്തിൽ പങ്കാളികളാവുക. ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ നാം ചെയ്യുന്നതെന്തും ധർമ്മമാണ്. അവരുടെ സമ്പത്ത് വകകൾ, പെണ്ണുടലുകൾ എല്ലാം ധർമ്മയുദ്ധ പോരാളികൾക്കുള്ള ഭാരതാംബയുടെ സമ്മാനങ്ങളാണ്. ആവോളം ആസ്വദിച്ച് സംഹാര താണ്ഡവമാടി ശുദ്ധികലശം ചെയ്തു വേണം നമുക്ക് നേടിയെടുക്കാൻ മനുവിൻ്റെ ഹിന്ദുരാഷ്ട്രത്തെ. അപ്പോൾ ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. ഈ വ്യാജമായ ഒരു പോസ്റ്റ് തൻ്റെ പേരിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതീഷ് വിശ്വനാഥൻ അൻസാരി സുഹരി ഉസ്താദിനെതിരെയും മറ്റുള്ള ആൾക്കെതിരെയും ഒക്കെ പരാതി കൊടുത്തിരിക്കുന്നത്. നോക്കൂ, നാം എല്ലാവരും കഴിക്കുന്നത് അരിയാഹാരമാണ്. സ്വല്പമെങ്കിലും ബുദ്ധിയും യുക്തിയുമുള്ളവന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, തൻ്റെ പേരിൽ ഈ വ്യാജമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതീഷ് വിശ്വനാഥൻ പരാതി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വ്യാജമായ പോസ്റ്റ് തയ്യാറാക്കിയവനെതിരെ എന്തുകൊണ്ട് പ്രതീഷ് വിശ്വനാഥൻ ഇതുവരെയും പരാതി കൊടുത്തിട്ടില്ല? കാരണം വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വ്യാജമായ പോസ്റ്റ് തയ്യാറാക്കിയവനും ഏതെങ്കിലും സംഖ്യയോ കൃസംഖ്യയോ തന്നെയായിരിക്കും. ഇതുപോലെ ആരുടെയെങ്കിലും പേരിൽ ഒരു വ്യാജ പോസ്റ്റ് ഉണ്ടാക്കുക. അത്തരം പോസ്റ്റുകൾ കണ്ടിട്ട് മറ്റുള്ളവർ പ്രതികരിക്കണം. പ്രതികരിച്ച് പരസ്പരം വിഷയങ്ങളാകണം. അതിലൂടെ കലാപമുണ്ടാകണം. ഇതാണ് ഇത്തരം ആളുകളുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അൻസാരി സുഹരി ഉസ്താദിനോടും മറ്റുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഞാൻ അൻസാരി സുഹരി ഉസ്താദിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സമയത്ത് കുറച്ച് സമയമെടുത്ത് അതിൻ്റെ സത്യാവസ്ഥ കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ അക്കാര്യങ്ങളെ പ്രതികരിക്കാൻ. കാരണം ഇത്തരം വ്യാജമായ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളിലേക്ക് ഇട്ടുതരുന്നത് അതിലൂടെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പിന്നീട് ഈ ഒരു പോസ്റ്റ് വ്യാജമാണെന്ന് മനസ്സിലാക്കിയ അൻസാരി സുഹരി ഉസ്താദ് അദ്ദേഹം ചെയ്ത ആ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. വളരെയധികം ഒരു മികച്ചൊരു തീരുമാനമായിരുന്നു അത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കൂടി അൻസാരി സുഹരി ഉസ്താദിനെതിരെ വലിയ രീതിയിലുള്ള മോശമായ പദപ്രയോഗങ്ങളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. സുഡാപ്പിയെന്നും തീവ്രവാദിയെന്നും ജിഹാദി അടക്കമുള്ള നിരന്തരമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ ഒരു തീവ്രവാദിയാക്കാൻ വെമ്പൽ കൊള്ളുകയാണ് ഇത്തരം സംഘികളും കൃസംഘികളുമൊക്കെ. ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിവില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള
ജിഹാദി, സുഡാപ്പി എന്നൊക്കെ നിരന്തരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്നത്. നമുക്ക് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്നുവരെ ഒരു മറുപടി തിരിച്ചു കൊടുക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ഇന്നേ വരെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ എവിടെയും അദ്ദേഹം തീവ്രവാദവും വർഗീയതയും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ആ മനുഷ്യനെതിരെ ജിഹാദി എന്നും സുഡാപ്പി എന്നും തീവ്രവാദി എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ വീഡിയോകളിലൂടെ മറ്റുള്ള മതസ്ഥർ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണ്. ഇത്തരം വർഗീയവാദികളുടെ അജണ്ടകൾ അവർ മനസ്സിലാക്കുകയാണ്. നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളുടെയും ക്രൈസ്തവ സഹോദരങ്ങളുടെയും പിന്തുണ വലിയ രീതിയിൽ അൻസാരി സുഹരി ഉസ്താദിന് ലഭിക്കുന്നുണ്ട്. അതിൽ അരിശം പൂണ്ടുകൊണ്ടാണ് അൻസാരി സുഹരി ഉസ്താദിന്റെ ഇത്തരത്തിലുള്ള മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ പ്രതീഷ് വിശ്വനാഥനെ കുറിച്ച ആ ഒരു പോസ്റ്റിന് താഴെ മനോഹരമായ മറുപടികളാണ് കാണാൻ സാധിച്ചത്. ആ മറുപടി കൊടുക്കുന്നവരിൽ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളുമുണ്ട്. അതിൽ ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. അതിൽ അഡ്വക്കേറ്റ് മാത്യു പി തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കുറിച്ചൊരു കമൻറ്റ് ഇങ്ങനെയാണ്: അൻസാരി ഒരിക്കലും മതമൗലികവാദിയല്ല, നമ്മുടെ ഭരണഘടന പ്രകാരം ജീവിക്കുന്ന പൗരൻ തന്നെയാണ്. സൂര്യകുമാർ വർമ്മ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ കുറിച്ച കമൻറ്റ് ഇങ്ങനെയാണ്: ഇദ്ദേഹത്തിന് ജാതിമത ഭേദമന്യേ ജനപിന്തുണ ഏറുന്നത് കണ്ടപ്പോൾ വിചാരിച്ചേ ഉള്ളൂ ചാണകങ്ങൾ എന്തേ കുരുപൊട്ടി ഇറങ്ങിയില്ല എന്ന്. മറ്റൊരു രാജു എന്ന് പറയുന്ന സഹോദരൻ കുറിച്ച കമൻറ്റ് ഇങ്ങനെയാണ്: ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വ്യക്തമാക്കുന്ന വ്യക്തിയാണ് അൻസാരി, അത് സംഘികൾക്ക് സഹിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ള സഹോദരങ്ങൾ പോലും അദ്ദേഹത്തിന് സപ്പോർട്ടുമായി പിന്തുണയുമായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ അങ്ങനെയാണ്. എല്ലാ സഹോദരങ്ങളെയും ചേർത്തു പിടിക്കുന്ന മനോഹരമായ പ്രവണതയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത്. ഇനി തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വർഗീയത പറയാത്ത നല്ലവനായ ഉണ്ണിയായ ആ പ്രതീഷ് വിശ്വനാഥിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വെക്കാൻ ഇനിയും സമയമായിട്ടില്ല. ശത്രു നമുക്കിടയിൽ പതിയിരിക്കുവോളം ആയുധം ഉപേക്ഷിക്കുന്നത് ആത്മഹത്യാപരമാണ്. മറ്റൊരു പാകിസ്ഥാനോ ബംഗ്ലാദേശോ താലിബാനോ അല്ല വരും തലമുറയ്ക്ക് സമ്മാനിക്കേണ്ടതെങ്കിൽ വിശ്രമത്തിലുള്ള സമയമല്ല ഇത്. തോക്കും വെടിയുണ്ടകളും വടിവാളുകളും അടങ്ങിയ മാരകായുധങ്ങൾ പൂജയ്ക്ക് വെക്കുന്ന ചിത്രങ്ങൾ സഹിതം ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത്. മറ്റൊരു പാകിസ്ഥാനോ ബംഗ്ലാദേശോ താലിബാനോ ആവരുത് ഈ രാജ്യമെന്ന് പറയുന്നതിലൂടെ പ്രതീഷ് വിശ്വനാഥൻ എന്ന ഹിന്ദുത്വ ഭീകരൻ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാണ്. മുസ്ലിങ്ങളെ ഇവിടെ വളരാൻ അനുവദിക്കരുത്, ഹിന്ദുക്കൾ ആയുധമെടുക്കണം എന്ന് തന്നെയാണ് പ്രതീഷ് വിശ്വനാഥൻ പറയുന്നത്. പ്രതീഷ് വിശ്വനാഥന്റെ ഈ പോസ്റ്റ് നവമാധ്യമങ്ങളിലടക്കം ഏറെ ഞെട്ടലോടെയാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. പലരും കേരള പോലീസിനെ പോസ്റ്റിന് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രതീഷ് വിശ്വനാഥന്റെ ഈ പോസ്റ്റിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നതും കേരള പോലീസിനെ മെൻഷൻ ചെയ്തതുകൊണ്ടോ പരാതി സമർപ്പിച്ചതുകൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നുമില്ല എന്നതുമാണ് കാര്യം. കാരണം പ്രതീഷ് വിശ്വനാഥൻ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും ചിത്രങ്ങളും നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഇതാദ്യമായല്ല. ആളുകൾ കൂട്ടമായി പോലീസിൽ പരാതി പറയുന്നതും ആദ്യമായല്ല. നവമാധ്യമങ്ങളിലൂടെ നേരത്തെയും പലതവണ ഇദ്ദേഹം അതിഭീകരമായ രീതിയിൽ കലാപാഹനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരവധി തവണ മാരകായുധങ്ങളുടെ ചിത്രങ്ങൾ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഹിന്ദു ജനതയുടെ സ്വാഭിമാനം സംരക്ഷിക്കുന്നതിനായി ഇറങ്ങിത്തിരിക്കുന്ന 1 ലക്ഷം ഹിന്ദു യുവാക്കൾക്ക് തൃശൂലം വിതരണം ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ നമ്മുടെ ശത്രുക്കളാണെന്ന് പരോക്ഷമായി പ്രതിപാദിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ ആയുധമെടുത്ത് പോരാടണമെന്ന് പലതവണ പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അയോധ്യ വിധി വന്ന ദിവസം വിലക്കുകൾ മറികടന്ന് മധുര വിതരണം നടത്തി സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി നിരവധി പേർ പ്രതീഷ് വിശ്വനാഥനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നിയമം നോക്കുകുത്തിയെ പോലെ നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സൈബർ നിയമങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിക്കുന്നവർക്ക് നേരെ കേസെടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ വാട്സാപ്പിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് നിരവധി മുസ്ലിം യുവാക്കൾക്കെതിരെ പല ഘട്ടങ്ങളിൽ കേസെടുത്ത കേരളത്തിൽ ശബരിമലയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതിന് സ്ത്രീകൾക്കെതിരെ കേസെടുത്ത കേരളത്തിൽ തൃശൂർ പൂരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം അറിയിച്ചതിന് മുസ്ലിം യുവാവിനെതിരെ കേസെടുത്ത കേരളത്തിൽ സ്വന്തം നോവലിന്റെ ഒരു ഭാഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ഒരു എഴുത്തുകാരനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത കേരളത്തിൽ ബിജെപിയുടെ ഹർത്താലിനെ വിമർശിച്ചതിന് മുസ്ലിം യുവാക്കൾക്കെതിരെ കേസെടുത്ത കേരളത്തിൽ ലഘുലേഖകളും പുസ്തകങ്ങളും കൈവശം വെച്ചതിന് അലനെയും കാഹയെയും മാസങ്ങളോളം തടവിട്ട കേരളത്തിൽ ആ കേരളത്തിലാണ് പ്രതീഷ് വിശ്വനാഥൻ എന്ന ഒരു ഹിന്ദുത്വ ഭീകരൻ നിരന്തരം കലാപാഹനങ്ങൾ നടത്തി മുന്നേറുന്നത്. പ്രതീഷ് വിശ്വനാഥിന്റെ പോസ്റ്റിന്റെ ലിങ്ക് സഹിതം വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ചിലർക്ക് കേരള പോലീസിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് ലഭിച്ച മറുപടി നോട്ട് ഇൻ കേരള എന്നാണ്. അതായത് പ്രതീഷ് വിശ്വനാഥൻ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നല്ല എന്നതിനാൽ കേസെടുക്കാൻ കഴിയില്ല എന്ന്. അയോധ്യ വിധിക്കെതിരെയുള്ള ഒരു വിമർശനം ഗൾഫിൽ വെച്ച് പോസ്റ്റ് ചെയ്ത പ്രവാസിക്കെതിരെ കേരളത്തിൽ കേസെടുക്കുകയും അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള കേരള പോലീസാണ് ഈ വിചിത്ര ന്യായം പറയുന്നത്. പ്രതീഷ് വിശ്വനാഥൻ ചെയ്ത ആ വ്യക്തിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് 4-5 വർഷങ്ങൾക്ക് മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ കൂടി പബ്ലിക്കായി ആയുധങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയൊരു കലാബാഹ്വാനം ഉണ്ടാക്കാൻ ശ്രമിച്ച അന്ന് പ്രതീഷ് വിശ്വനാഥിനെതിരെ പരാതി കൊടുത്തിട്ടും ഇന്നേ വരെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന് മറുപടിയായിക്കൊണ്ട് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ മറുപടിയാകട്ടെ നോട്ട് ഇൻ കേരള, കേരളത്തിലല്ല എന്നൊക്കെയുള്ള മറുപടികളായിരുന്നു. എന്നാൽ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയാണ് ഇത്തരം പ്രസ്താവനകൾ പറഞ്ഞു വെക്കുന്നതെങ്കിലോ പിന്നെ അവൻ്റെ കാര്യം പറയേണ്ടതില്ല. നോക്കൂ, ഇത്തരം ആളുകൾക്കെതിരെ സംസാരിക്കുന്ന, അവർക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ പലപ്പോഴും നിശബ്ദരാക്കുന്ന, അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവണതകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, അതിന് ഏറ്റവും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. ഇത്തരം ആളുകളുടെ അജണ്ടകളെക്കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് ലോകത്തോട് പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ നിർഭയത്വത്തോടുകൂടി, നട്ടലോടുകൂടി, ആർജവത്തോടുകൂടി സംസാരിച്ചതിൻ്റെ പേരിലാണ് ആ മനുഷ്യൻ ഇപ്പോഴും
തീരാ ദുഃഖങ്ങളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നത്. തെളിയിക്കപ്പെടാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പതിറ്റാണ്ടുകളോളം ജയിലിലിട്ടു. അദ്ദേഹം അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല. രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടി. ഇന്നും ആ മനുഷ്യൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.